ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഷോൾഡർ റീജിയനിലുള്ള മസിൽസ് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം എന്ന് നോക്കാം. മാത്രമല്ല ഇന്ന് ഒരുപാട് പേർക്കുള്ള ഒരു അസുഖം അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ആണ് നമ്മുടെ നെക്ക് റീജിയനിൽ അല്ലെങ്കിൽ നമ്മുടെ സെർവിക്കൽ റീജിയനിലുള്ള വീക്ക്നെസ്. അതായത് പല രീതിയിൽ അത് നമുക്ക് സിംറ്റമായിട്ട് കാണാം. ഒന്നുകിൽ വേദന, കൈകളിലേക്കുള്ള വേദന, കൈകളിലേക്കുള്ള തരിപ്പ്, നമുക്ക് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഭാഗത്ത് നല്ല കഴപ്പ് അനുഭവപ്പെടുക, ഇങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസ് ആയിട്ട് ഇന്ന് രോഗികളെ കണ്ടുവരാറുണ്ട്. പ്രധാനമായിട്ടും കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് സിറ്റിംഗ് ജോബ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ധാരാളം കുനിഞ്ഞിരുന്ന് കഴുത്ത് നന്നായി കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്ന് നമുക്ക് പേഷ്യൻസ് നമ്മുടെ അടുത്തെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്പൈൻ, പ്രധാനമായിട്ട് സെർവിക്കൽ റീജിയനിലുള്ള അല്ലെങ്കിൽ തൊറാസിക് റീജിയനിൽ നമ്മുടെ സ്പൈനിൻ്റെ അപ്പർ ഭാഗത്തിലുള്ള മസിൽസ് നന്നായി സ്ട്രോങ് ആക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പൈൻ അലൈൻമെൻറ്റ് കറക്റ്റിലേക്ക് കൊണ്ടുവരിക. അതുപോലെ ഷോൾഡർ ഗേർഡിൽ എന്ന് പറയും, അതായത് ഷോൾഡറിന് ചുറ്റും നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരുപാട് മസിൽസ് ഉണ്ട്, അതിനെല്ലാം സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജോലിയിൽ ഏർപ്പെടുന്നവർ, ചെറുപ്പക്കാരാവട്ടെ അല്ലെങ്കിൽ പ്രായം ചെന്നവരാവട്ടെ, തീർച്ചയായും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്ത് നമ്മുടെ സെർവിക്കൽ, തൊറാസിക്, ഷോൾഡർ റീജിയനിലുള്ള മസിൽസ് നന്നായിട്ട് സ്ട്രോങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുഖത്തിലേക്ക് പോവാതെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. മാത്രമല്ല നമ്മുടെ അപ്പർ റീജിയൻ, ഫേസിലേക്കും അതുപോലെ ഹെഡിലേക്കും ഒക്കെ എന്നുള്ള സർക്കുലേഷൻ നന്നായി ത്വരിതപ്പെടുന്നത് കാരണം നമ്മുടെ ഫേസ് എല്ലാം നല്ല ഗ്ലോ ആയിട്ട് വളരെയധികം പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നു. ദിവസം മുഴുവൻ നല്ല ഉന്മേഷത്തോടു കൂടി ഏത് ജോലിയാണോ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് ആ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മൂന്ന് മൂവ്മെൻ്റാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെ ഈ 3 മൂവ്മെൻറ്റ്സ് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി വജ്രാസനത്തിലിരിക്കാം. വജ്രാസനത്തിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തിരിക്കാം. ഇങ്ങനെയും കാൽമുട്ട് മടക്കിയിരിക്കാൻ കഴിയാത്തവർ കാല് നീട്ടിയിരുന്ന് കംഫർട്ടായിട്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വജ്രാസനത്തിലിരുന്ന് എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാം. ഈ രീതിയിൽ വജ്രാസനത്തിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാം. ഏത് രീതിയിലിരുന്നാലും, അതായത് സാധാരണ രീതിയിലിരിക്കാം, കാല് നീട്ടിയിരിക്കാം, ഏത് രീതിയിലിരുന്നാലും നമ്മുടെ ചെയ്യാൻ പോകുന്ന മൂവ്മെൻറ്റ് സെയിം ആണ്. ഇപ്പോൾ നമുക്ക് വജ്രാസനത്തിലിരുന്നു കൊണ്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഷോൾഡറിൻ്റെ 2 വശത്തുമായിട്ട് 2 കൈപ്പത്തികളും കൊണ്ടുവരാം. നമ്മുടെ തമ്പ് നന്നായി മടക്കാം. ബാക്കിയുള്ള വിരലുകൾ അതിന് മുകളിൽ നന്നായി മടക്കി വയ്ക്കാം. നന്നായി മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ചെസ്റ്റ് മാക്സിമം ഫ്രണ്ട്, നമ്മുടെ ഹിപ്പ് മാക്സിമം ബാക്ക് എന്ന രീതിയിൽ സ്പൈൻ അലൈൻമെൻറ്റ് എക്സ്ട്രാ കറക്റ്റ്, അതായത് നമ്മൾ സാധാരണ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും അല്ലാത്ത രീതിയിൽ ഒരു എക്സ്ട്രാ സ്ട്രെയിറ്റ് എന്ന രീതിയിൽ സ്പൈനെ കീപ്പ് ചെയ്തുകൊണ്ട് നിവർന്ന് വജ്രാസനത്തിലിരിക്കാം. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 2 കൈകളും നന്നായി ഉയർത്താം. ഇൻഹേൽ, ആൻഡ് എക്സേൽ. നന്നായി ചെസ്റ്റ് വൈഡ് ഓപ്പൺ ചെയ്തുകൊണ്ട്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഡൗൺ ചെയ്യാതെ കൈമുട്ടുകൾ നന്നായി ബാക്കിലേക്ക് വരത്തക്ക രീതിയിൽ ചെസ്റ്റ് നന്നായി വൈഡ് ഓപ്പൺ ആവുന്ന രീതിയിൽ കൊണ്ടുവരാം. വീണ്ടും ഫ്രണ്ടിലേക്ക്. ഇൻഹേൽ, ആൻഡ് എക്സേൽ. നന്നായി ചെസ്റ്റ് വൈഡ് ഓപ്പൺ ചെയ്ത് കൈമുട്ടുകൾ പുറകിലേക്ക് വരുന്ന രീതിയിൽ കൈമുട്ടുകൾ ബോഡിയോട് ടച്ച് ചെയ്ത് വെച്ച് നന്നായി ചെസ്റ്റിനെ വൈഡ് ഓപ്പൺ ചെയ്യാം. ഒരു തവണ കൂടി കാണിക്കാം. Thumb inside, other fingers close. Okay, then inhale up and exhale. നന്നായി ബോഡിയോട് ചേർന്ന് വരത്തക്ക രീതിയിൽ കൈകൾ മാക്സിമം പുറകിലേക്ക്. റിലാക്സ്. രണ്ടാമത്തെ മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൈപ്പത്തികൾ 2 ഒരുമിച്ച് കൊണ്ടുവരാം. കൈകൾ കൂപ്പി നിൽക്കാം. ഓക്കെ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ഇൻഹേൽ
ആൻഡ് എക്സേൽ. നന്നായി നേരത്തെ ചെയ്ത പോലെ നന്നായി ചെസ്റ്റ് വൈഡ് ഓപ്പൺ ആവട്ടെ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഒരു തവണ കൂടി. ഇൻഹേൽ ആൻഡ് എക്സേൽ. നന്നായി ചെസ്റ്റ് ഓപ്പൺ ആവട്ടെ. കൈമുട്ടുകൾ ബോഡിയോട് ചേർന്നിരിക്കട്ടെ. റിലാക്സ്. ഇനി നമുക്ക് മൂന്നാമത്തെ മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സൈഡ് വ്യൂ കാണിക്കാം. വജ്രാസനത്തിൽ തന്നെ ഇരിക്കാം. നന്നായി സ്ട്രെയിറ്റ് ആയിട്ട് സ്പൈൻ അലൈൻമെൻറ്റ്, നമ്മുടെ സ്പൈനിൻ്റെ എസ് കർവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിരിക്കാം. കൈകൾ കോർത്ത് പിടിക്കാം. കൈമുട്ടുകൾ നിവർന്നിരിക്കട്ടെ. ഓക്കെ, ദെൻ ഇൻഹേൽ അപ്പ്. ഉള്ളം കൈ നമ്മുടെ ശരീരത്തിനോട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് കൈകൾ കോർക്കേണ്ടത്. മാക്സിമം എത്രയാണോ നിങ്ങൾക്ക് കൈമുട്ടുകൾ മടക്കാതെ ഉയർത്താൻ കഴിയുന്നത് അത്രയും ഉയർത്താം. ആൻഡ് എക്സേൽ. വീണ്ടും ഇൻഹേൽ അപ്പ്. നമ്മുടെ സ്പൈൻ ബെൻഡ് ചെയ്ത് ഫോർവേഡിലേക്ക് പോവാതെ എത്ര ഉയർത്താമോ അത്ര മാത്രം ഉയർത്തിയാൽ മതി. കൈമുട്ടുകൾ നിവർന്നിരിക്കണം. ആൻഡ് എക്സേൽ. ഒരു തവണ കൂടി. ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ. ഇപ്പോൾ നമ്മൾ കണ്ടത് 3 രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ആണ്. ഓരോന്നും നമുക്ക് മിനിമം ഒരു 5 മുതൽ ഒരു 10 തവണ വരെ ചെയ്യാം. 5 മുതൽ 10 തവണ വരെ ഓരോ മൂവ്മെൻറ്റും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏത് യോഗാസനം ചെയ്യുമ്പോഴും എംപ്റ്റി സ്റ്റമക്കിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതായത് വയറ് നന്നായി ഭക്ഷണം കഴിച്ച് സോളിഡ് ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന അവസരങ്ങളിൽ ഏത് തരത്തിലുള്ള യോഗാസനാസും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂറിൻ്റെ ഗ്യാപ്പെങ്കിൽ മിനിമം നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം ഏത് മൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.